എനിക്ക് വീഡിയോ എടുക്കാന്ന രീതി. ഞാൻ ബേക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്ത് ഇവൻ ആ ഫ്രണ്ടിൽ ഉണ്ടായി. ഇവരോട് ചോദിച്ചു എന്താ പരിപാടി എന്ന് വെച്ച്. അപ്പൊ പറയാ നമ്മൾ പറഞ്ഞു ഇവിടെ അടിക്കാന്നുള്ള രീതി ചൂടായി. അപ്പൊ പറഞ്ഞു മൈനറാന്ന് പറഞ്ഞു അതിനടിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്താക്കിയ ആ സമയത്ത് അതിനടിക്കാൻ പോയി. അപ്പൊ പറഞ്ഞു സാറ് അടിക്കാൻ നിൽക്കണം. അപ്പൊ നമ്മൾ പ്രൂഫിന് അടിക്കുന്നത്. ഇപ്പൊ സ്വാഭാവിക പോലീസുകാരുണ്ട്. ഇപ്പൊ നമ്മളെ ഭാഗത്താണ് ഇല്ലെന്നല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ ഷൊർണൂരിൽ നമ്മൾ ഇറങ്ങിയ അവിടെ സ്റ്റേഷനിലേക്ക് എന്താ നമുക്കറിയില്ല. ഇന്നോട് എന്തായാലും ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ? മെഡിക്കൽ വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. എങ്ങനെയാ മുത്ത എന്താണ് ചങ്ങായിന്റെ പേര്? കൃഷ്ണകുമാരാ മുത്തിങ്ങോ? തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഇതൊക്കെ കാരക്കല്ലേ എല്ലാം ഉണ്ടാ സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ. അടിച്ചോ അത്ര അടിച്ചോ. ഫൈൻ അടക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു ഫൈൻ അടക്കാം. എത്ര ഫൈൻ ആണെങ്കിലും അടക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സ്പോട്ടിൽ. പക്ഷെ ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇവൻ അടിക്കാൻ നോക്കി. നമ്മൾ അടിച്ചാൽ നമുക്ക് സീനൊന്നുമില്ല. മൈനറാണ് അടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് മാത്രം അടിക്കാൻ നോക്കി. പേടിപ്പിച്ച് ആ സമയത്ത് നമ്മൾ പ്രൂഫായിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാറില്ല. നമ്മളെ പ്രൂഫിന് വേണ്ടി നമ്മൾ ലൈവ് എടുത്തില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ റൂൾസ് ഉണ്ട്. റെയിൽവേന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ എടുത്ത് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് നമ്മളിനിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. ഓനോട് ചോദിക്കണ്ടേ? അല്ല നീ എന്നാ പറ പ്രൂഫ് അപരാധിച്ച ഭർത്താവാണ് നിങ്ങൾ. എന്താ പേര് നോക്കട്ടെ. സാറിന്റെ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എന്തുകൊണ്ടാണ് സാറേ? ഇവനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല. ഇവനോട് ചോദിക്കുന്ന ചോദ്യം ഈ ഡ്രഗ്സ് അടിക്കാനുണ്ടോ? ഒരു മൈനറായ വ്യക്തിനെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അടിച്ചത്? സാർ എന്താ ചെയ്യണ്ടേ? 17 വയസ്സിൽ ചങ്ങാനോട് ഡ്രഗ്സ് അടിക്കലുണ്ട്. നീ എന്ത് അടിക്കാൻ വരുമ്പോ ഫോൺ എടുത്തോക്കാം. പ്രൂഫ് അന്നെ അടിക്കാൻ വന്ന സാറേ. അന്നെ അടിക്കാൻ വേണ്ടി പ്രൂഫ് ഉണ്ടോ? അന്നെ അടിക്കാൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? മൈനറാണ് 17 വയസ്സുള്ള ഒരു വ്യക്തിയാന്ന് പറഞ്ഞു അടിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ അടിക്കാൻ പോയി. അപ്പൊ അടിക്കാൻ പോയി നമ്മൾ ഒരു സാറെ പ്രൂഫായിട്ട് വീഡിയോ എടുക്കുന്നു. നീ ആരുടെ വീഡിയോ എടുക്കാൻ അത് ചെയ്യാൻ നീ ആരാന്ന് ചോദിച്ചു. ആര് സാറേ എന്താ നമ്മൾ ചെയ്യേണ്ടതാണ് സാറേ? നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് 100% റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ റീച്ചിന് വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് പറ്റുന്ന രീതിയിൽ നമ്മൾ സത്യം പറഞ്ഞ വീഡിയോ എടുത്തു. ഞാൻ അതപ്പം തന്നെ പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചാൽ ഇത് മാത്രമേ പ്രൂഫായിട്ട് ഉണ്ടാവും. എത്തിയിട്ടുണ്ട് കേസില്ലേ? എവിടെ പോന്ന്? അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പൊ അടിക്കണ്ടേ? അടിക്കണ്ടേ? എന്താ അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണം. ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയണോ പോലും? സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചോ? എന്താണ് അറിയണ്ടേ? പറഞ്ഞു സാറേ. പിന്നെ പോലീസുകാരെ നമ്മൾ എടുക്കാന്നല്ല എന്റെ സേഫ്റ്റി. അന്നെ അടിക്കാൻ പോകുന്നത് മൈനറാ. അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ പോകുന്നത് കള്ളക്കേസ് എടുക്കണോ? കള്ളക്കേസ് അറിഞ്ഞല്ലോ. അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കും. ഞാൻ കള്ളക്കേസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ്. അറിഞ്ഞല്ലോ. സ്റ്റേഷൻ അല്ല ഇപ്പൊ തനി കൊണാറില്ലേ? കള്ളക്കേസ് കൊടുക്കാം. സ്റ്റെപ്പറ നമുക്ക് സ്റ്റെപ്പ് തരാം. ഓക്കെ ലിഫ്റ്റിന് റേഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞോ. താല്പര്യമില്ല. മോൻ കാണിക്കണ്ട. കൊടുക്കാലോ. നിന്റെ മോൻ വേണേ കാണിച്ചു. ഓക്കെ
എന്താ ഫ്ലാഷ് അടിക്കുന്നു. ഫ്ലാഷ് എങ്ങനെ അടിക്കാല്? ഫ്ലാഷ് അടിക്കണേ ജാസി, ഫ്ലാഷ് അടിക്കാൻ പറയും. അല്ല അല്ല അടുത്ത് സാർ എന്താ ചെയ്യേണ്ടത്? സ്റ്റേഷനിലേക്ക് വരുമോ? നമ്മളെന്താ പ്രൊസീജിയർ? ഞാൻ ടീച്ചറിനെ അടിക്കാൻ വേണ്ടി കേസ് വെക്കും അല്ലേ? അത് എങ്ങനെ കേസ് വെക്കുന്നത്? കള്ളക്കേസ് വെക്കൂലേ? ആരാ കള്ളക്കേസ് ഇടാൻ പോലെ? ഒരു പോലീസുകാരെ പറഞ്ഞിട്ടാണ് നമ്മളിതിൽ കയറിയതും അത് ആ പോലീസുകാരൻ തന്നെ നമ്മോട് പറഞ്ഞു. പിള്ളേർ അങ്ങ് വീടെടുത്ത് കണ്ടന്റ് ആവട്ടെ, നമുക്ക് എന്താ കണ്ടന്റിന് പറഞ്ഞിട്ട് അവരെന്നെ കഥ ഉണ്ടാക്കാം. അവർ പറഞ്ഞ വീഡിയോ അവരെന്നെ കഥ ഉണ്ടാക്കാം. ഇതാരാ പുതിയ റെയിൽവേ സ്റ്റാഫിന് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ നടത്തുന്നത്. ഡ്യൂട്ടി അടിക്കാൻ വരുത്താം, മൈനർ അടിക്കാൻ വരുത്താം. പറഞ്ഞിട്ട് നിങ്ങളെന്നെ റീൽ ഉണ്ടാക്കുക. നമ്മളെന്നെ പറഞ്ഞ നമ്മളെന്നെ ഉണ്ടാക്കാം. നമുക്കവിടെ പണിയില്ല. മാന്യമായ സാറാണ്, വളരെ സാറിനോടൊന്നും നമുക്ക് ഒന്നുമില്ല. ഇയാളത് എടുക്കണ്ടല്ലോ, മാന്യമായ ആളോട്ട് എന്റെ റീൽ എടുക്കണം. പിന്നെ സ്വന്തമായിട്ട് പറഞ്ഞിട്ട് ടീച്ചറുടെ പേര് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് എന്റെ മോന്റെ ഏജ് കൊണ്ട് നിൽക്കുക. അതന്നെ. അപ്പൊ സാറിന്റെ മോന്റെ സ്വന്തമായിട്ട് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കൈ പിടിക്കാം, കൈ പിടിച്ചിരിക്കാം, കൈ പിടിച്ചിരിക്കാം, പറഞ്ഞിട്ട് കൈ പിടിച്ചിരിക്കുന്നതാ. ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കാം. അന്റെ കൈ പിടിച്ചിരിച്ചതാ. കേട്ടോ? ഇപ്പൊ കൈ പിടിച്ചില്ലേ? ഇപ്പൊ കൈ പിടിച്ചല്ലോ? ഇപ്പൊ കൈ പിടിച്ചല്ലോ? പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കാം. ഇപ്പൊ കൈ പിടിച്ചല്ലോ? അവയ്ക്ക് അവരുടെ കഥ ഉണ്ടാക്കാം, അവരുടെ പറയും. വീട് ഉണ്ട് സാറേ, വീട് ഉണ്ട്. അപ്പൊ ആ സാർ പോയി, ഒന്ന് പോയി. ആ വീട് ഉണ്ട്. സ്വന്തമായിട്ട് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കുക. സാറേ സ്വന്തമായിട്ട് സ്റ്റേഷനിൽ ഇവിടെ പറ്റോ? അതിന്റെ നിയമം എന്താ? ഒന്ന് വക്കീലിനെ വിളിച്ചാ സ്റ്റേഷനിൽ ഇവിടെ പറ്റോ? ഇന്നലെ ഒരു കാലഘട്ടം കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്ന് നോക്കി ഞാൻ പറഞ്ഞു എന്താണ് ആലോചിക്കുന്നത്. ഓഫാക്കണോ എന്താ? ഇല്ല നമ്മള് സാറേ കയറി സാറേ അവരെന്നെ പറയാം, അവരുടെ കഥ ഉണ്ടാക്കാം. കാരണം അന്നേരല്ലേ വയറളവുണ്ടോ. സാറെ കോൺഫിഡൻസ് ഉണ്ടല്ല നമുക്ക്. എന്താ വെച്ചാല് നമുക്ക് എന്തിനാ കോൺഫിഡൻസ് എന്നറിയോ? ഗവൺമെന്റിന്റെ നിയമങ്ങളും പിന്നെ അതിന്റെ എന്താ പറയാ വൃത്തിയിൽ നല്ല പാലിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി പോയി. എന്ത് അടിക്കാനോ? എന്റെ ഗസ്റ്റ് വിളിക്കുന്ന എടുക്കല്ലേ സ്ഥലം ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ലെറ്റ്സ് ഗോ. എടാ ന്യൂസിന്റെ നീ വിളി ന്യൂസിന്റെ അല്ല അങ്ങനെ ശരിക്കും മിസ് അങ്ങ് യൂട്യൂബിൽ ഇട്ടാ നമ്മൾ സ്ലോ മോഷൻ വീഡിയോ കൊടുക്കണം. ട്രെയിൻ കഴിഞ്ഞാൽ ഇതാക്കിയാല് സ്ലോ മോഷന്റെ പേരിൽ കേസ് ഈ ട്രെയിൻ വീട്ടുകാരുടെ അടിച്ചതല്ലേ കേസ് എടുക്കുന്നു? വീടുണ്ടല്ലോ, അത് അവരെന്നെ കേട്ടിനല്ലോ. ടീച്ചറിനെ അടിച്ച പേരിൽ കേസ് കൊടുക്കും, കള്ള കേസ്. എടുത്ത് വീടുണ്ട്. വീടുണ്ട് ലൈവിൽ ആൾക്കാർ കാണുന്നുണ്ട്. എന്താ പറയുക? ആ സാർ എവിടെ? ആ ഉണ്ടല്ലോ, റീൽസ് റീൽസ് ഉണ്ടോ വരുവാണ്. യൂസഫ് നീ എടുക്കല്ലേ? നീ എടുത്താ പോ. അല്ല ഈ സ്പീക്കർ ഇട്ട ലൈവ് പോകും. നോക്കട്ടെ, നമ്പർ കാണിക്കല്ല. നല്ല പോലെ വീഡിയോ എടുത്തോ. ഹക്കീമ എടുക്കുന്നുണ്ടടാ. എടാ ഹക്കീമ, പിന്നെ സ്റ്റേഷനിൽ ലൈവ് ഇടുന്നതിന്റെ ഇതെന്താ നിയമം എന്താ? ഇനിയിപ്പോ ആടുന്നിട്ടാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് അറിയില്ല കേട്ടാ. ഒരു സാറ് പറഞ്ഞ് ട്രെയിനിൽ ലൈവ് ഇടാൻ പറ്റൂല, ലൈവ് അല്ലേ വീഡിയോ എടുക്കാൻ പറ്റൂല. നമ്മളെ പ്രൊട്ടക്ഷൻ വേണ്ടിട്ടാ. നമ്മളെ പ്രൊട്ടക്ഷൻ അല്ലേ? എവിടെ സ്ലോ മോഷനിൽ പോകുന്നുണ്ടോ? എയർപോർട്ടിൽ നിന്ന് ഓലെ പോകുന്നതാ. കാണിച്ചു തരാം. സുകുമാരൻ ടീച്ചറെ എടുത്തേക്ക് പോകുന്നു. എടാ എന്താ പോലീസ് സ്റ്റേഷനിലൊന്നും വീഴ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ലൈവ് ഇടാൻ പറ്റുമോ? സ്റ്റേഷനിൽ ലൈവ് ഇടാൻ പറ്റൂല. വക്കീലെ സ്റ്റേഷനിന്റെ ഉള്ളിൽ നിന്ന് ലൈവ് ഇടാൻ പറ്റൂലല്ലോ. ലൈവ് ഇടാൻ പറ്റോ? ആ സംഭവം പറഞ്ഞോ. ആടാടാ വീഡിയോ എടുക്കാൻ പറ്റൂല. പറഞ്ഞോ. ജാസിയാണ് പറഞ്ഞോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്താക്കി കുറ്റിപ്പുറന്ന് ട്രെയിൻ കയറിയ സമയത്ത് പിന്നെ എന്താ പറയാ നമ്മള് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഒരു ട്രെയിൻ എടുത്ത് കഴിഞ്ഞു. അപ്പൊ മൂവ് ചെയ്തിട്ട് നമ്മള് അപ്പൊ നമ്മള് ജനസംബന്ധിച്ച് പോകുന്നത് ട്രെയിൻ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. അപ്പൊ എന്താക്കി കമ്മീഷണർ ഓഫീസർ പറയണം.
പിന്നെ ആ രീതിയിൽ കയറാൻ വേണ്ടി ഉള്ളിൽ കൂടി പോയി. അപ്പൊ ടീച്ചർ കാണിച്ചു കൊടുത്തു. ടീച്ചർ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കോലം കണ്ടതാണ്. ഇപ്പൊ ലൈവ് ഓഫ് ആക്കി എന്താണെന്ന് പറയാം. പറഞ്ഞു എടാ നിങ്ങൾ തെമ്മാടികൾ ഇവര് ലൈവ് ഓൺ ആക്കിയോണ്ട് ഒന്നും മിണ്ടുന്നില്ല. ലൈവ് ഓഫ് ആക്കി ആണ്ട് നിന്നിട്ടാണ് ഒന്ന് ലൈവ് ഓഫ് ആക്കിട്ട് വേണം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ വീഡിയോ ഒന്ന് ഓഫ് ആക്കട്ടെ. നിങ്ങൾക്ക് രണ്ട് പറയാണ്ട് നേരത്തെ ലിഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നത്, നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ. കണ്ട സമയത്ത് അങ്ങനെ നുഹ്മാൻ ഒരു 1000 എടുക്കുന്ന നുഹ്മാനെ ഹായ്. മൈനർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം Guys, അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും സ്റ്റേഷന്റെ മുമ്പിൽ ലൈവ് ഇടാൻ പറ്റൂല. പുറത്ത് സ്റ്റേഷൻ എടുക്കാൻ പറ്റാറില്ല, ഉള്ളു ഇടാൻ പറ്റൂല. സാറ് എന്താ വെച്ചാ ചെയ്യുന്നു ഉള്ളി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിരിക്കും പറയാൻ. അതിന്റെ പേരിൽ കേസ് എടുക്കാനാ? ടി പോയി ആ ടീച്ചർ ഇന്നു മോനെ ടീറ്റ് മുങ്ങി മുത്തേ. ടീറ്റ് മുങ്ങിയതാ കാണുന്നില്ലല്ലോ. ഇല്ല പിന്നെ കേസ് എടുക്കുന്നില്ല ലൈവ് ഇടുന്നില്ല. ലൈവ് ഇപ്പൊ ഇതാക്കും. അവിടെ പുറത്ത് നിന്നോന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറിയിട്ട് എന്താ ഇവർക്ക് കേസാ, എന്താ മോമോ കേസാ അങ്ങനെ എന്തോ കൊടുക്കണം പോലും. വീഡിയോ എടുക്കാൻ സേഫ്റ്റിക്ക് വീഡിയോ എടുത്തോടെ, വീഡിയോ എടുത്ത് കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ല മേത്തോട്ട് പറയാ പ്രൂഫ് ഉണ്ടോന്ന്. പ്രൂഫ് വീഡിയോ എടുക്കാൻ വിട്ടിട്ടൂലെ പ്രൂഫ് ഉണ്ടോയിക്കുന്നു. നമ്മള് കുറ്റിപ്പുറത്ത് ട്രെയിൻ കയറി. അപ്പൊ ട്രെയിൻ കയറുമ്പോ അപ്പൊ നമുക്ക് സാർ അടക്കുന്നുണ്ട്. ടീച്ചർ നോക്കാൻ പറഞ്ഞു. ടീച്ചർ നോക്കി കൊടുക്കുമ്പോൾ ആ ടീച്ചർ കണ്ടു. ആ ടീച്ചർ ഫസ്റ്റ് സ്ഥലത്ത് കണ്ടിട്ട് ഇറങ്ങി ഇന്നത്തെ നേരത്തെ പറഞ്ഞ് ഇറങ്ങി പോകാനും അപ്പാറ് നമ്മളെ ഇതില്ലേ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് വെച്ചോണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറ്റിപ്പുറത്ത് ട്രെയിൻ കയറി സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ നമ്മളെ ടിക്കറ്റ് ഉണ്ടോ ഉണ്ട് നമ്മുടെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവസാന ബോഗിയിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ ട്രെയിൻ മൂവ് ചെയ്ത് ഇളകി. അപ്പൊ അതിന് മുമ്പ് സ്ലീപ്പറിൽ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ മക്കളൊരു കാര്യം ഇവിടെ കയറിക്കോ, ഉള്ളിൽ കയറിയിട്ട് എന്തായിക്കോ സ്ലീപ്പർ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തോ, ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് കൺവേർട്ട് ചെയ്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തായി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മാറി കയറിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി ടീച്ചർ അടുത്ത് പോയി. ടീച്ചർ നമ്മുടെ മുടി കണ്ടിട്ട് എന്താ അറിയില്ല. അദ്ദേഹം പറഞ്ഞു എടാ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇവിടെ കയറുന്നു, ടിക്കറ്റും സീറ്റും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ആ സമയത്ത് എന്താക്കി നമ്മള്. അപ്പൊ ഞാൻ ടിക്കറ്റ് മേടിച്ചത് എന്തോ കുത്തി വരഞ്ഞു. ഞാൻ ഒറ്റക്കാരൻ ആദ്യം പോയത്. ഞാൻ പിന്നെ ബാക്കോട്ട് പോയി വിചാരിച്ചതിനും കൂട്ടി ചോദിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹമാണ് ഫ്രണ്ടിൽ ഉണ്ടായത്. നമ്മൾ ഫുട്ടേജ് എനിക്കൊരു പേടി കാരണം ഞാൻ വീഡിയോ ഓൺ ആക്കി. ഈ വീഡിയോ ഓൺ ആക്കുന്നത് ഇവൻ അടിക്കാൻ പോയി. നമ്മൾ പറഞ്ഞു സാർ ഇവൻ അടിക്കരുത്, 17 വയസ്സുള്ള മൈനറാന്ന് പറഞ്ഞു. മൈനർ എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം എന്താക്കി ഇവൻ അടിക്കാൻ പോയി. മുട്ടാലിച്ച് ഇങ്ങനെ ആക്കുന്നു. സാറ് എടുക്കരുത്. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തു. അപ്പൊ ഇദ്ദേഹം കൂടുതൽ റൂഡായി. എന്നിട്ട് ഏത് പോലീസുകാരനെ വെച്ച് എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ, എന്താ പൊടി അടിച്ചിട്ടുണ്ടോ, കള്ളു അടിച്ചിട്ടുണ്ടോ, എന്താ സാധനം എടുക്കണം, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ട് പോലല്ലോ. വേറെ എന്തോ മെഡിക്കൽ എടുക്കണം, നമ്മളെന്തോ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരെ. നമ്മൾ സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാൻ രീതി തന്നെ ഉണ്ടായി. ഒന്നെങ്കിൽ പറയാം മോനെ അടുത്ത സ്റ്റോപ്പറെങ്കിലും ഇറങ്ങിക്കോ. അടുത്ത സ്റ്റോപ്പ് എത്തി. ആ സമയത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ല. നമ്മൾ കുറെ സംസാരിച്ചു. സാറേ നമ്മൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇറങ്ങാനായില്ല, ഷൊർണൂർ സ്റ്റേഷനിൽ അത് മെമ്മോ ചെയ്തെന്നാലും പറഞ്ഞു. നമ്മൾ വീഡിയോ സമയത്ത് ആദ്യം പറഞ്ഞു ഒരിക്കലും വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തത്. നമ്മൾ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല. നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റെയിൽവേന്റെ റൂൾ പ്രകാരം റെയിൽവേ അകത്ത് കയറിയിട്ട് റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വക്കീലിനോട് ചോദിച്ചു. വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞു. സാർ അപ്പൊ എന്നെ കൊല്ലാൻ വന്നു. ഞാൻ പറയുന്നത് സാർ പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവരും ട്രെയിൻ മൂവ് ആവുന്ന സ്ഥലത്ത് ഇങ്ങനെ അതൊന്നും പാടുന്നു പറ്റില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യാം. അല്ല ഇദ്ദേഹത്തിന് ഇത് ആധാർ കാർഡ് കിട്ടിയ ഇല്ല കിട്ടിയില്ല. ആധാർ കാർഡ് നേരമായിട്ട് TTR ഇവന്റെ ആധാർ കാർഡ് മേടിച്ചാൽ അത് തന്നിട്ടില്ല. ആധാർ കാർഡ് അല്ല അത് ഇല്ലേ അത് ഒരു കാര്യം പറഞ്ഞു. ഇതുവരെ വീഡിയോ എടുത്ത് എല്ലാം ശരി ഓഫീസിൽ ഒരു പക്ഷെ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാണ് ഇവിടുന്ന്, അതായത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറയാം. കാരണം നമുക്ക് ഇനി അറിയില്ല. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ വഷളായതുകൊണ്ട് ഫോട്ടോ വീഡിയോസ് ഒന്നും പറ്റില്ല. ഇവിടെ എടുക്കാലോ, ഉള്ളിലത്തെ ഫോട്ടോ ഒന്നും എടുക്കാം. അത് എടുക്കൂല. നമ്മളെ സേഫ്റ്റി ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. നമുക്കപ്പോ മൊബൈൽ പോസ്റ്റ് ചെയ്താൽ വക്കീൽ വിളിച്ചിട്ട് വക്കീൽ പുറത്തില്ല. വക്കീൽ വിളിക്കാം. വക്കീൽ കോളേജ് ലൈവ് ഓണാക്കി പുറത്തു. ഞാൻ പുറത്തേക്കാം. ഞാൻ പോയിട്ട്
ഞാൻ ഉള്ളിൽ പുറത്ത് എടുക്കാൻ പറ്റോ? പുറത്തുള്ള എടുക്കാൻ പറ്റോ? അവിടെ പുറത്തുള്ള എടുക്കാൻ പറ്റോ? എടാ എന്താണ് ഉള്ളു കളിക്കണ്ടേ? ഇപ്പൊ പോകേണ്ട വെച്ചാൽ വക്കീലാണ് സംസാരിച്ചത്. അല്ല ഈ അതിനനുസരിച്ചിട്ട് ശ്രീജിത്ത് ടി.ടി.ആർ നമ്മളെ പേരിൽ കേസ് കൊടുക്കുന്നത് ഞങ്ങൾ. അല്ല അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കേണ്ടത്. മൂപ്പർ എവിടെ? പിടിച്ചടിക്കാൻ നോക്കിയത് തിരിച്ചു പോയില്ലേ? മൂപ്പർ എവിടെ? മൂപ്പർ ഓടി. കാണുന്നില്ലല്ലോ. ലൈവ് ഉണ്ടാക്കി പിടിച്ചടിക്കാൻ ഉറപ്പായിരിക്കും. അടിക്കാൻ ഇത് അധികാരം ഉണ്ടല്ലോ ഇവർക്ക് അടിക്കാനാ. എന്തിനാ കൊടുക്കുന്നത്? ഓക്കെ 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 ടി.ടി ഇവിടെ. ഓക്കെ ഓക്കെ സാറേ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആരാണ് ടി.ടി.ആർ? ഓഫീസിൽ ക്യാമറ കാണിക്കും. ഉള്ളിൽ കൊണ്ട് പോയിട്ടോ, പുറത്തെടുക്കാൻ പറ്റില്ല. വേണ്ട എന്തിനാണ് അകത്തേക്ക് എടുക്കുന്നില്ല? അകത്ത് എടുക്കുന്ന മുമ്പില് ഞാനുണ്ട്. പൊന്നു മേഡമേ. അതിലെ ആ പിന്നെ വക്കീൽ ഒരു മിനിറ്റ്. പിന്നെ അത് മൂപ്പര് പറഞ്ഞ എന്തോ ഇത് അത് ഏതിക്കാൻ സംസാരിക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഫോട്ടോ ഉള്ളിലേക്ക് എടുക്കണ്ട. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റോ? ഫോൺ എടുക്കാൻ പറ്റോ? അല്ലല്ല ലൈവ് ഓഫാക്കിയാ വായിക്കാൻ നമുക്ക് എന്ത് സംഭവിച്ചാൽ CCTV ഫുട്ടേജ് ടൈമും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാർ എന്റെ ഇഷ്ടം എന്റെ സേഫ്റ്റി സാറേ. നമ്മള് വീഡിയോ എടുക്കണ്ട. സ്വയം പിന്നെ അതിന് സംഭവം ഇവിടെ ഇപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ എന്താ സംഭവം സാറ് കണ്ടില്ലല്ലോ. സാറ് മര്യാദക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ സേഫ്റ്റിക്ക് സാറേ, നമ്മളെ സേഫ്റ്റിക്ക് എടുക്കുന്നതാ. നമ്മള് ഉള്ളറ സാറ് ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചത്. സാറ് സംസാരിച്ച പോലെയല്ല ബാക്കിയുള്ള സംസാരിച്ചത്. സാറ് മര്യാദക്ക് സംസാരിച്ചത്. നിങ്ങൾ വീഡിയോ എടുക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ സേഫ്റ്റിക്ക് സാറേ. എന്ത് സേഫ്റ്റി? ഇവിടെ ഇത്ര ടീച്ചർ അത്രയും ആൾക്കാർ ഇടയിൽ നിന്ന് അടിക്കാൻ പോകുന്നത്. പിന്നെ അതെന്താ ടീച്ചർ അന്നെ അടിക്കാൻ പോകുന്നു? മൈനറാണ് ഇപ്പൊ പ്രൂഫ് അവിടെ അത് ഇടാം. അടിക്കാൻ വന്ന അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ വേറെ ടീച്ചറിനെ അടിക്കാൻ വന്ന കേസ് കൊടുക്കുന്നു. അത് ആര് അത് പ്രൂഫ് ഉണ്ട്, ഫുൾ വീഡിയോ പ്രൂഫ് ഉണ്ട്. ടി.ടി.ആറിന്റെ വലുതാ ആരോ പറഞ്ഞല്ലോ. അതൊക്കെ ഓക്കെ. ആ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടി ക്യാമറ ഉണ്ട്. ഒന്ന് അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ ക്യാമറ ഒന്നും എടുക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫുട്ടേജ് കിട്ടും. മനസ്സിലായോ? CCTV ഫുട്ടേജ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ. അതുകൊണ്ട് അതിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ ജാസിയാടാ. അപ്പോ സ്റ്റേഷനിലുള്ള പരിപാടി ചെയ്യുന്നവരെ നമുക്ക് ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ആക്കാം. ശരി ശരി പൊന്നു സാറ് സാറ് ഓക്കെ 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 ട്രെയിനിലുണ്ടായിട്ടില്ല. സാറിന് ഇതിനെ കുറിച്ച് പറയാനുള്ള ഓക്കെ. ആ പറഞ്ഞോ പറഞ്ഞോ. ഹലോ ഒന്നും പറയാനില്ല. പറഞ്ഞോ. ആര് കാണട്ടെ? പേടിച്ചില്ല. ലൈവ് ഓണായാലും ഒന്നും വിടുന്നില്ല. ലൈവ് കട്ടായ നടന്നപാട് അടി മൊത്തി ഒരു സാധനം പൊട്ടിക്കാത്ത പോലെ ഇപ്പൊ സാറ് ഫോൺ കണ്ടവരങ്ങ് മനസ്സിലായി. ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. ട്രെയിനർ എന്തൊരു വർത്താനം ഇപ്പൊ എന്താ ഒരു ഉറപ്പാണ്. ഒരു പ്രശ്നമില്ല. നമ്മളെ ഡീൽ ചെയ്തതിനെ നീ അത് വിളിച്ച് വക്കീൽ വിളിച്ച് ഒരു പ്രശ്നമില്ല. ഓക്കെ വിളിക്കാൻ പറയുന്ന എന്ത് ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യണ്ടേ ഇപ്പൊ? ആരടിക്കാന്? ആട്ടിക്കൂല. പോലീസുകാർ എന്തിനാ അടിക്കും? പോലീസുകാർ എന്തിനാ നമ്മൾ അടിക്കുന്നത്? പോലീസുകാരൊന്നും അടിക്കൂല. നീ ഒന്നും പഠിക്കണ്ട ആവശ്യമില്ല. അഥവാ അടിക്കാൻ വന്ന് ഓടിക്കോളാം. ഓടി വല്ല വേറെ കേസ് ഇല്ലാടാ. അങ്ങനെ അടിക്കേണ്ടതായിരുന്നു അവർക്കില്ല. എന്താണ് ഇത്? ഒരു ടിക്കറ്റ് അവര് ആര് പറഞ്ഞ ഉള്ളിക്കറി പോലീസ് കുറച്ച് ഉള്ളിക്കറി പോലീസുകാരനെ പറഞ്ഞ ഉള്ളിക്കയറി AC പോകുന്ന എൻജോയ് ചെയ്യിച്ചാന്ന് പറഞ്ഞ എന്റെ ഈ പോലീസുകാരനെ കേസ് എടുക്കുന്നത് എടുത്ത നിയമ. നമ്മള് പിന്നെ ഇനി മൂന്ന് കാണിക്കുന്ന പ്രശ്നം സാറ് ലൈവ് ഓഫ് ആക്കിയാൽ ഇതേപോലെ തന്നെ പെരുമാറണം. അത് അത്ര തട്ടിക്കറിച്ചിട്ടുണ്ടോന്നാ സാർ? ഓക്കെ സാർ എന്റെ അടുത്ത് തട്ടിക്കറിച്ചില്ല. എന്റെ അടുത്ത് ലൈവിന് തട്ടിക്കറിച്ചില്ല. ജയിലിൽ കൊണ്ട് എന്റെ പേരറിയാ. എന്റെ പേരറിയാ. സാർ ഒറ്റ കാര്യം പറയട്ടെ. ഫോണ് മാറ്റിയെന്നാ സാറേ? എന്റെ സേഫ്റ്റി ഇത് ഓഫ് ആക്കി ഇവിടെ ക്യാമറ ഉണ്ടാ ഉള്ളിൽ? അവിടെ മൊത്തം ക്യാമറ അവിടെ കാണിച്ചോ? അവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ചെയ്താൽ ഒന്നും ചെയ്യാനില്ല സാറേ.
ഇപ്പൊ ഒന്നും പറയാനില്ല നമ്മളെ സേഫ്റ്റി സാർ അക്ക് പേടി എന്താക്കണം ഓഫ് ആക്കണം നിങ്ങൾ ഓഫ് ആക്കണം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ത് പോലീസുകാരായിട്ട് എന്ത് സ്ക്രിപ്റ്റ് മോനെ ഇതൊന്നും ഒരു script അല്ല, സാറ് script പോലും വിചാരിച്ചില്ല. വീഡിയോ കാണിച്ചോട്ടെ ലൈവ് കാണുമ്പോ നേരത്തെ ട്രെയിനിൽ കണ്ട സാറാണ് ട്രെയിനിൽ ഇങ്ങനെയല്ലേ പെരുമാറിയത് സാറ് മോണാക്ട് ചെയ്തിട്ടുണ്ട് അതായത് എന്തോ നമ്മളെ മംഗളത്തിന് തന്നെ വിളിക്കുന്ന പോലത്തെ പെരുമാറ്റം പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് മോശമായി പോകും. ഒരു മിനിറ്റ് സാറെന്ത് ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ കണ്ണൂരാ സാറേ ഞാൻ കണ്ണൂര് കുഴപ്പമൊക്കെ ഞാൻ കണ്ണൂർ കടലായി ഓൻ കണ്ണൂർ ഇരിട്ടി കുറ്റിപ്പുറം നമ്മൾ ഷൂട്ടിൽ വന്ന ഫിലിമിന്റെ ഇത് ലൈവാ ഫിലിമിന്റെ ഷൂട്ടാ ഈ ഒരു പരിപാടിക്ക് വന്ന വളാഞ്ചേരി വളാഞ്ചേരി സീരിയലും വരുന്നുണ്ടല്ലേ സാറ് ഇപ്പൊ സീരിയലും വരുന്നുണ്ട് ലൈവിന് മുമ്പ് എങ്ങനെയല്ലേ സാറ് ലൈവില് ഭയങ്കര ചിരിയും കളിയാണേ ഞാൻ നിങ്ങളെ നിയമപരമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു സാറ് നിയമപര കാര്യം പറഞ്ഞത് ഓക്കെ അപ്പൊ എനിക്ക് വീട് എടുക്കാൻ പറ്റും ട്രെയിനിൽ എടുക്കാൻ പറ്റുമല്ലോ എടുക്കരുത് ഒറ്റ കാര്യം ചോദിക്കാലോ ട്രെയിനിൽ നമുക്ക് വീട് എടുക്കാൻ പറ്റുമോ ഞാൻ മൈനറാണ് പറ്റോ മറ്റുള്ളവരെ വീഡിയോ സാറിന് റൂൾ അറിയില്ല സാറ് മറ്റുള്ളവരെ വീഡിയോ എടുക്കരുത് മറ്റുള്ള വീട് എടുക്കാൻ സാറ് എടുക്കാൻ പറ്റില്ല എന്റെ വീഡിയോ കണ്ടെടുക്കാൻ പറ്റുമോ കുറച്ച് ഫുട്ടേജ് പ്രോപ്പർ ആയിട്ട് അറിയാമെന്നറിയില്ല. ഓക്കെ സാറേ ഞാൻ കാര്യം പറയട്ടെ എനിക്ക് കണ്ട് വീട് എടുക്കാൻ പറ്റുമോ ഇപ്പഴും ഞാൻ ചിക്കട്ടെ സാർ അല്ലല്ല പറയുന്നില്ല പേടി കാരണം റൂൾസ് അറിയില്ലല്ലോ ഇത് നേരത്തെ കളർ മാറുന്ന പോലെയാണ് മനസ്സ് മാറുന്നടാ അല്ല സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് വിചാരിച്ചത് തുടക്ക സമയത്ത് ഇങ്ങനെ ആയി മാറും എന്ന് വിചാരിച്ചു. വീഡിയോ ഇത് ഫുള്ള് വേറെ കുറച്ചുണ്ട്, അത് ഞാൻ പിന്നെ കുറച്ചും കാണിച്ചു തരാം. ഒരു മിനിറ്റ് നമ്പറിലേക്ക് പറ. സാറിന്റെ പേരെന്ത് ഓക്കെ ഇംഗ്ലീഷ് അറിയില്ല ശശീന്ദ്രൻ അല്ല സാറേ, ഇവരോട് നമുക്ക് ഒരു രീതിയിലൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ ടീച്ചർ അങ്ങനെ പെരുമാറുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് നമ്മുടെ ഒരു കാര്യം നമുക്ക് നിങ്ങൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കരുത്. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ പെരുമാറിയതുകൊണ്ട് മാത്രം സാറ് ടീച്ചറിന്റെ അപ്പുറം തന്നെ നിൽക്കുന്നുണ്ടാണ് പിന്നെ ഇതായി പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സാറ് ഞാൻ പറഞ്ഞ കേട്ടു പോലില്ല ഇല്ലല്ലോ ഞാൻ പറഞ്ഞ വണ്ടി കയറിയ പാസഞ്ചറും ടീറ്റിയും പിന്നെ ഓക്കെ പിന്നെ എന്തിന്റെ വകയാ സാറ് ഫോം വാങ്ങിച്ചേ? വാങ്ങിച്ചില്ലേ? ഫോം അല്ല ഫോൺ. സാറ് ഫോം വാങ്ങിയില്ലേ? അന്റെ ഫോം വാങ്ങിയില്ലേ? ഫോൺ വാങ്ങിച്ചില്ല. ഫോം വീഡിയോ ഉണ്ട്, ഫോം വാങ്ങി വീഡിയോ ഉണ്ട്. സാറ് ഫോം വാങ്ങി ചോദിച്ചു. നാടൻ കളിക്കാൻ നിൽക്കണേ. ആ വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഫോം മേടിക്കുന്ന വീഡിയോ ഫോണ് വാങ്ങിയിട്ടില്ല. എന്താണ് ചെയ്തത്? അഡ്രസ് പ്രൂഫ് കയ്യിലാണ്. എന്റെ പ്രൂഫ് കയ്യിലല്ലത് കയ്യിലെ ഒരാള് ഫോൺ പാസ്പോർട്ട് എന്റെ ഫോണിന് പാസ്പോർട്ട് സാറിന് കാണിച്ചു. ഇവന്റെ ഫോണേ അറിയാം, വേറെ ഫോൺ. ഇപ്പൊ അവിടെ എന്തൊക്കെയോ ഇതുണ്ട്. ഞാനിപ്പോ അതിന്റെ ഉള്ളിൽ പോയിന്. കാരണം വെച്ചാല് നോർമലി പിന്നെ എന്താ പറയാ, സാധാരണ എല്ലാം നോർമലി ഏതെന്ന് വെച്ചാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കാര്യം നിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറമെ പരാതിന്റെ മുകളിൽ പരാതി. ഇപ്പം വലിയ കുറ്റക്കാരൻ നമ്മളാ. ഇനിയിപ്പോ എഴുതി കഴിഞ്ഞാലേ തിരി എന്തെല്ലാം നമ്മളിലുണ്ട്. കുറച്ച് വീഡിയോ എടുത്തു. പ്രൊസീജിയർ ഇപ്പം നമുക്ക് വക്കീൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവരിപ്പോ എന്താണ്, അവർ റെയിൽവേ ആക്ട് പ്രകാരം നമുക്കെതിരെ ഇപ്പൊ ഒരു ഇത് ഫയൽ ചെയ്യും ഇവിടെ. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ എഴുതിയത് നമുക്ക് അത് കഴിഞ്ഞാലേ അറിയും. ഇനിയിപ്പോ നമുക്ക് ഇവർ അഡ്രസ് ടീച്ചർ അഡ്രസ് മേടിച്ചിട്ട് നമ്മള് വക്കീലിനടുത്ത് കൊടുത്തിട്ടുണ്ടാക്കും. ഇവർക്കെതിരായിട്ട് നമുക്കെതിരെ സംഭവിച്ച കാര്യങ്ങളും വിത്ത് പ്രൂഫ് അടക്കം നമ്മൾ ഉണ്ടാക്കും, ഇതിനെതിരെ കൊടുക്കും. അതിപ്പോ കയ്യാണ് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഉള്ളിൽ പോവാത്തത്. ക്യാമറ ഇട്ടാൻ പറ്റില്ല, കേസ് എടുക്കും. അതിന്റെ പേരിൽ കേസ് എടുക്കും. അല്ല വേറൊരു കാര്യമുണ്ട്, നമുക്ക് എന്ത് സംഭവിച്ചാലും ഫുട്ടേജ് നമുക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് കിട്ടും. അത് കിട്ടും, അതൊക്കെ റൂളാണ്, അങ്ങനെ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ ട്രെയിൻ എപ്പാന്നറിയില്ല. ഇപ്പൊ നമ്മൾ അവസാനം നോക്കിയപ്പോ ട്രെയിൻ എപ്പോഴാ? ട്രെയിന് രാവിലെ ട്രെയിൻ വരെ ഇപ്പോ ഇതാ 1:30. ഇത് കാരണം ഒരാവശ്യമില്ല, വെറുതെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് വീട് ലൈവ് ഇട്ട് പോയതാ. അപ്പൊ പിന്നെ ഇവരിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. പിന്നെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് വരാണ്ടിരിക്കാനും കേസെടുക്കാനും നമുക്ക് നിവൃത്തിയില്ല. ഇപ്പൊ നമ്മള് കുടുങ്ങി. കാരണം വെച്ചാൽ ഇപ്പൊ ട്രെയിനിൽ ഇപ്പൊ രാവിലെ പോകേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞല്ലോ, ക്യാമറ എടുക്കാമല്ലോ. എന്റെ പ്രൂഫ് ഉണ്ടോ, അടിച്ചതിന് പ്രൂഫ് ഉണ്ടോന്ന്. ഞാൻ വീട് എടുത്തോട്ടെ. അന്നെ അടിക്കാൻ വന്നു ആ സാറ്, ടീച്ചർ അടിക്കാൻ വന്നു. എന്നിട്ട് അടിക്കാന്നപ്പോ എന്താ വെച്ചറിയോ, ഫോൺ എടുത്തുവെച്ച്. ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ള മേത്ത് തുടരിൽ കോളേജ് മൂക്കിൽ അടുത്തെത്തി മൈന പറ. അപ്പൊ നീ ഡ്രഗ് അടിച്ചു ഞങ്ങൾ ചോദിച്ചു പറയാം പ്രൂഫ് ഉണ്ടോ. ഞാൻ പറഞ്ഞു അടുത്തോട്ടിലും പ്രൂഫ് ഉണ്ടോ സാറ്. മുട്ടാലോട്ട് അടിക്കാൻ പോകാം. വീട് ഇങ്ങനെ താഴെ കാണണല്ലോ, അപ്പൊ മുട്ടാലെ കൊണ്ട് ഇങ്ങനെ ആക്കാം ആ സാറ്.
ഒറ്റൊരു പ്രൂഫ് ഉണ്ടോ? എനിക്ക് മൂപ്പർ തന്നെയാണ് കേസും കൊടുക്കുന്നത്. ഇത് പിന്നെ വേറെ ടീച്ചറായിട്ട് എന്താ പറയോ, നിങ്ങൾ ടീച്ചറിനെ അടിക്കാൻ വന്ന പേരിൽ കേസ് കൊടുക്കുന്നു. ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇത്രയും നേരമായിട്ടു ഇതുവരെ ടീച്ചർ അടിക്കാൻ ഫുട്ടേജുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പറ്റത്തില്ലേ? അല്ല നമുക്ക് ഇവിടെ അഡ്രസ് മാത്രം മേടിക്കാൻ പറഞ്ഞു. നേരായിട്ട് എന്താ വരുന്നത്? മൂന്നര കഴിഞ്ഞില്ല, 2-3 ആയില്ലോ. നോക്കാം. ഇല്ല എന്റെ മുഖം ഇല്ല വന്നല്ല എന്റെ മുഖമുള്ള സാറ് കാണുന്നുണ്ടല്ലോ എന്റെ മുഖമുള്ള. എന്തെടുക്കാൻ പറ്റത്തത്? എങ്ങനെ എന്തെടുക്കാൻ പറ്റത്തത്? എന്തെടുക്കാൻ പറ്റത്തത്? ഇതിന്റെ ഉള്ളിലല്ലേ, ഉള്ളിൽ ക്യാമറ വരൂല. ഉള്ളിലെടുക്കാന്ന് പറഞ്ഞു. അതിനാണ് ഞങ്ങൾ 2-3 ക്യാമറ ഇവിടെ വെച്ച്. ഓക്കെ, ഉള്ളിൽ നമ്മ ഇപ്പൊ ഇടല്ലേ, ഇവിടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ. സാർ ഇപ്പൊ ഈ പരാതി എഴുതി കൊടുത്തിട്ട് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ നിൽക്കണം? അത് ചോയ്ക്ക് ജാസി. അതിപ്പോ ആദ്യം എഴുതി കഴിയട്ടെ. അവിടെ പരാതിന്റെ മേളിൽ പരാതിയും അവസാനം നമ്മൾ വധശ്രമത്തിന് വരെ ശ്രമിച്ചുകൊണ്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താന്ന് എന്ത് ഇഷ്ടമുള്ള സാധനം എഴുതി കൊടുക്കാം. ഞാൻ എഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ പല രീതിയിലും ഇതാക്കാം. പക്ഷെ നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഫൂട്ടേജ് എടുത്തു വെച്ച് ഭാഗ്യം ഡിലീറ്റ് ആക്കില്ല പോലീസ്. ഡിലീറ്റ് ആക്കിയില്ല. ഫോൺ വാങ്ങിച്ചില്ല. എന്തൊരു കളവാണോ എന്തോ ഓന്താ കളർ പറയാൻ ഇത്ര പെട്ടെന്ന്. ഇയാള് എന്താ ആരെ വല്ല കേസ് കൊടുക്കുന്നത്? ഈ ടീച്ചർ എന്ന് പറഞ്ഞ സിജിത്ത് എന്ന് പറഞ്ഞ മൂപ്പർ ഇത്രത്തോളം കോംപ്ലിക്കേഷൻ ആവുന്നു പ്രതീക്ഷിച്ചില്ല തുടക്കത്തിൽ. നീ അടിച്ചാണോ പേടിപ്പിച്ചപ്പോ നമ്മൾ പേടിക്കുന്ന മൂപ്പറി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മൂപ്പറു പെട്ടല്ല. പിന്നെ അണ്ടി തീർത്തോ ഒരു പ്രശ്നമില്ല. ആ മൂപ്പർ ബറക്കുന്നതാ കയ്യും കാലല്ലോ. സാറേ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഒരാളോട്? ക്ലീനറായ ഒരാളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഈ ഡ്രഗ്സ് അടിച്ചിനോ, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണോന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഒന്നുമല്ല, എനിക്ക് ഏറ്റവും വിഷമായി പോയ കാര്യം എന്താ അറിയോ? ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മള് മുടി വളർത്തുന്ന ഇതൊക്കെ നമ്മളൊരു പണ്ടേ ആൾക്കാർ എന്താ പറയാ, നാട്ടുകാർ പറയുന്ന പോലെ മുടി വളർത്തിയതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങനെയാണല്ലോ. കണ്ടപാട് പറയാ നിങ്ങൾ ഡ്രഗ്സ് അടിച്ചിനോ, ഫുൾ എന്തോ ചെക്ക് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മെഡിക്കൽ എടുക്കണം. സാറേ ഇനി എന്താ പ്രൊസീജിയർ? സാറേ ഇനി നമ്മളെന്താ ചെയ്യണ്ടേ? വക്കീലെല്ലാം നടക്കുന്നത് എന്ത് സംഭവം? ചൊറിയും ചെയ്തു. നമ്മളില്ലല്ലോ ഒരിക്കലും നമുക്ക് ആരും അപമാനപ്പെടുത്തണമെന്നോ ആരും കരിവാരിത്തേക്കണമെന്നോ ഒരു. പക്ഷെ നമ്മളെ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായത്. ഇനിയിപ്പോ 2-3 ചാപ്റ്റർ കേസ് ഉണ്ടാവേ ഇതുപോലെ ഒരു പക്ഷെ പലർക്കും പല സാധാരണക്കാരും ഇങ്ങനെ വന്നതാ, ഇങ്ങനെ ചവിട്ടാൻ വന്നത്. വക്കീൽ വിളിക്കുന്നുണ്ട്. ഹലോ വക്കീൽ, എന്താ ചെയ്യണ്ടേ? സാർ ഇങ്ങനെ ചെയ്യണ്ടേ? ടീച്ചർ വിളിക്കുമ്പോ സാറ് വാ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സജിത്ത് സാറിന്റെ കൂടെ നമ്മൾ പോവുകയാണ്. സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത പ്രൊസീജിയർ എന്താ വയ്ക്കാൻ പറഞ്ഞേ? അടുത്ത പ്രൊസീജിയർ എന്താ ഇത് അടുത്തൊക്കെ പോകുന്നത് സാറേ? എവിടത്തേക്ക് പോകുന്നത്? ഇപ്പൊ GRP ഓഫീസർ. അടുത്ത പ്രൊസീജിയർ എന്താ? നമുക്ക് ഇവരെ അഡ്രസ് എങ്ങനെ കിട്ടിയാ കമ്മീഷനിലെ ചോദിച്ചാൽ കിട്ടും. സാറേ അല്ല മറ്റേനെ മറുപടി പറഞ്ഞിട്ടില്ല. അന്റെ പ്രൂഫ് കയ്യിലുണ്ടോ സാറിന്റെ കയ്യില്? ടീച്ചർ പ്രൂഫ് അത് ആധാർ കാർഡ് കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? ഓക്കെ, നേരത്തെ ചോദിച്ചപ്പോ ഇല്ലാന്നാ പറഞ്ഞത്. ആധാർ കാർഡ് പ്രൂഫ് ഉണ്ടോ? നമ്മള് പ്രൂഫ് ടീച്ചറിനെ മനസ്സിലാക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പൊ ചോദിക്കാം. അപ്പൊ പിന്നെ അതിന് മുമ്പ് ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടെടുത്ത് കുറച്ചുണ്ട് ക്യാമറ ആണല്ലേ. GRP ഓഫീസ് GRP ഓഫീസ് എന്താ? കഫേ ഷോപ്പ് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷൻ തന്നെയാ? ഓക്കെ, അറിയോ? പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം. ആയിക്കോട്ടെ, ഓക്കെ. സമയത്തിലേടാ എന്താ കോളൊന്നും ലൈവ് കണ്ടിട്ട് ഫാൻസ് കോളിലാകുന്നല്ല പറയുന്നുണ്ടാ എനിക്ക് ഫേമസ് ആയിരിക്കും. വേറെ വീട് വേറെ ഒക്കെ എത്തും. ചെയ്യാല നോക്കട്ടെ, ചാറ്റ് നോക്കട്ടെ. ചാറ്റൊക്കെ ഇതെന്താ ലൈവാ?
കയ്യിലെ അമ്മ കൺട്രോൾ ചെയ്യാൻ പറയുന്നല്ലേ. ഞാൻ പറഞ്ഞിട്ട് അതില് നമ്പർ കാണിക്കണം. ഹലോ ജാസിന്നാ ഇതൊന്നു മമ്മോ വീടെടുത്തോ. അവിടെ ഓടേന്ന് വരല്ലോ. ജാസി അഞ്ചു പിടിക്കോ വേണത്ത് കൈ അവിടെ ലൈനിൽ ഫോൺ നമ്മളിപ്പോ മുനു എടുക്കണം. നമ്മളിപ്പോ പറ. ഇപ്പൊ നമ്മള് പോണെന്ന് വെച്ചാല് GRP അല്ല ഇപ്പം കൈ കാണിക്കുന്ന സമയം പോലീസ് ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഓക്കെ. പറ. അപ്പൊ ഇപ്പൊ നമ്മളെന്താ GRP ഓഫീസ് ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെയാ പോലും TTR പരമായ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഇവർ ഇങ്ങോട്ട് കേസ് കൊടുക്കുന്ന പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്താ ഇവരെ ഓഫീസ് നമ്മൾ ഇവിടെ ഇപ്പൊ ചോദിച്ച് ഇവരെ അഡ്രസ്സ് തരാൻ വേണ്ടിട്ട്. ഓക്കെടാ, ഇവർ അഡ്രസ്സ് തരാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ഇവർ അഡ്രസ്സ് തരാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ TTR അഡ്രസ്സ്. അപ്പൊ അതുകൊണ്ട് ഇനി സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കും ഏതാ പറയുക TTR അഡ്രസ്സ് കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടിട്ട്. അപ്പൊ അത് തരുമോ ഇല്ലയോ നോക്കും. ഫോൺ ഇതാരെ ഫോണാ? ഇനി ബാക്കി ഇവിടുത്തെ പ്രൊസീജിയർ നോക്കാം. ഫോൺ ഇത് പിടി ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉള്ളിൽ പോയി നോക്കട്ടെ എന്താ പ്രൊസീജിയർ എന്ന് ബാക്കി പറഞ്ഞു. നീ ലൈവ് കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കരുത്. ബുദ്ധിമുട്ടില്ല, അവിടെ നടക്കേ സാറെ നോക്ക്. നടക്ക്. ആൾക്കാർ കാണും. അല്ല ഇവൻ പുറത്തുനിന്നോട് സാറേ ഞാൻ വിളിക്കണ്ടോ? ഞാൻ കയറിക്കോളൂ. 5000 മുകളിൽ ആൾക്കാർ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളൊന്നും ഇതാക്കരുത്. ഇപ്പൊ പ്രൊസീജിയർ എന്താ പറയണ്ടേ? കാര്യം പറയാം. ഞാൻ പറയാം എന്താ സംഭവം എന്ന് വെച്ചാല് മുനു എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കാം. ഹലോ ഓക്കെ ഞാൻ സംസാരിച്ചോളൂ. സാറേ എന്താ സംഭവം? ഇല്ല ഞാൻ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തു. ഓക്കെ അല്ല നമ്മളിപ്പല്ലേ ഓൾമോസ്റ്റ് സാറേ ഇവന്റെ വീഡിയോ എടുക്കുന്നത്. ആര് കാണുന്നുണ്ടെങ്കിൽ ലൈവ് ഓൺ ആക്കി ഇവിടെ ഒരു മിനിറ്റ്. സാറേ ഞാനിപ്പോ ഞാൻ കട്ട് ചെയ്തു 5 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയായിട്ട് കാര്യമില്ല. നീ എന്റെ മുഖം പിടിച്ചു. നീ സംഭവം എന്റെ മുഖത്ത് പിടിച്ച എന്തിനാ പോലീസുകാരെ ഞാൻ എന്നെ കാണിച്ചോളാം. ഞാൻ ഇടുന്നോളാം. സാറേ എനിക്ക് പേടി. എന്നെ നേരത്തെ അടിക്കാൻ പോന്നെ ടീച്ചർ അടിക്കാൻ പോന്നെ. നേരത്തെയും പോലീസെല്ലാം ഉണ്ടായിന്. റെയിൽവേ തന്നെയുള്ള പക്ഷെ വീഡിയോ എടുക്കരുത്. ഒരു കാരണവശാലും എടുക്കരുത്. ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? സേഫ്റ്റി കൊണ്ട് എടുക്കാൻ പറ്റൂല സാറേ. സ്റ്റേഷനിൽ വന്നല്ലോ. അല്ല അടിച്ചതിന് ശേഷം എനിക്ക് പ്രൂഫ് ഉണ്ടോ? വന്നില്ലേ? എവിടെ വന്നില്ലേ? ഓക്കെ എവിടെ പ്രിന്റ് എടുത്ത് കൊടുക്കേണ്ട പരാതി? നമുക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ വീഡിയോ എടുത്തോട്ടാ. എന്നൊക്കെ ഒരു മിനിറ്റ് വാട്സപ്പിൽ ഈ മമ്മൂന്റെ വാട്സപ്പിൽ അയച്ചോ ആ PDF ഞാൻ കൊടുത്തോളൂ. സാറ് സംഭവിച്ച കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇപ്പൊ എനിക്കൊരു PDF അയച്ചു തരും. മുനു എന്തിനാ വിളിക്കുന്നത്?
ഓഫ് ചെയ്യാൻ പറ്റുമോ? സാറേ ഞാൻ അങ്ങനെയല്ല, ലൈവ് അല്ല, അങ്ങനെയല്ല. നിന്റെ ഇഷ്ടത്തിന് ലൈവ് ചെയ്യാൻ പറ്റില്ല. പോക്കറ്റിലേക്ക് കാര്യം പറ. പല കാര്യം പറയണം. വെറുതെ വന്നിട്ട് വീഡിയോ അനാവശ്യമായിട്ട് വീഡിയോ എടുക്കല് പോക്കറ്റിലിടുന്നത്. പോക്കറ്റിലിട്. എന്താ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ വീഡിയോ എടുക്കണേ അതൊന്നും ഇവിടെ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. എന്താ പ്രശ്നം തീർക്കാനുള്ള വഴി നോക്കണം. അത് ചെയ്യണം. ഈ വെറുതെ അവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ചെയ്താൽ തെറ്റ് ചെയ്ത് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. നമുക്കൊരു കേസ് കൊടുക്കാണ്ട് പേരില് പോല്ല. നീ എന്താ ചെയ്യുന്നു? ഇങ്ങനത്തെ പഠിക്കണം. യൂട്യൂബറാണ്. യൂട്യൂബ് സേഫ്റ്റിയുടെ യൂട്യൂബറൊക്കെ അതൊക്കെ പിന്നെ ഇല്ലേ? വീഡിയോ എടുത്തോട്ടാ, വീഡിയോ എടുത്തോ, ലൈവ് ഇട്ടോ, ലൈവ് ഇട്ടോ. അല്ല വക്കീൽ എന്തേ വേണ്ടേ? ടീച്ചറിന്റെ പേര് ടീച്ചറിന്റെ പേരെന്തേലും മമ്മു അമ്മു ടീച്ചറിന്റെ പേരെന്തേനു? ടീച്ചറുടെ പേരെന്താ? ടീച്ചർ ഓടിയാ? ടീച്ചറുടെ പേര് വെക്കുന്നോ? സജിത്ത്. ആ ഫസ്റ്റ് കൈയോട് തിരിച്ചില്ല. ഫസ്റ്റ് നമ്മൾ അവിടെ ജാസ്തിയ വയ്ക്കാൻ പോയത്. ജാസ്തിയോട് എന്തോ പറഞ്ഞിട്ട് ഓന്റെ ടിക്കറ്റ് മേടിച്ചു വെച്ച്. ടിക്കറ്റ് മേടിച്ച ശേഷം അയാൾ കുറെ നേരം പോയി. നമ്മൾ ടിക്കറ്റ് വയ്ക്കാൻ പോയി. ടിക്കറ്റ് വയ്ക്കാൻ പോയപ്പോ അയാൾ ചൂടായിട്ട് ഇങ്ങോട്ട് കയറി വരാം മേത്തേക്ക്. അപ്പൊ വീടെടുക്കാൻ വന്നു. വീടെടുക്കാൻ ഫോൺ എടുത്തിട്ട് വേറെ സാറ് വിളിച്ച് വന്ന് ഫോൺ എടുത്ത് വെച്ച്. സാറ് ഫോൺ കയ്യിലെടുത്ത് വെച്ച്. എന്നിട്ട് എടുത്തതിന് ശേഷം ഫോൺ പോയില്ല, വീടൊന്നുമില്ല. അപ്പൊ ടീച്ചർ മേത്തേക്ക് കയറിയില്ല. എന്നിട്ട് എന്റെ ഞാൻ ഇപ്പൊ ക്യാമറ ആക്കിയപ്പോ കാലില്ല. കാല് മടക്കിട്ട് മേത്തേക്ക് അടിക്കാൻ വരുത്താം. അപ്പറ ബാക്കോട്ടേക്ക് പോയി. ടിക്കറ്റ് കാണിച്ചു ജനറലിൽ അത് എന്താ ഈ ജനറലിന്റെ ലീലെന്താ അവൻ വേറെ കൺവേർട്ട് ചെയ്ത് സീറ്റ് ഉണ്ടോ അപ്പൊ ഇത് സീറ്റ് നമ്മൾ മൂന്നാൾക്ക് ടിക്കറ്റ് ഉണ്ട്. കൺവേർട്ടൊക്കെ മാത്രം അദ്ദേഹത്തിന് ചോദിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മോട് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കുത്തി പറഞ്ഞ ടിക്കറ്റ് ഇല്ല, നിങ്ങളുടെ ചമ്മാടി നിങ്ങളായി കയറിയത് ക്യാമറ കാണിക്കാൻ പറ്റില്ല. ടിക്കറ്റ് നമുക്ക് അടുത്തേക്ക് മാറാം. എന്റെ ഫോൺ PDF അയച്ചു. എന്റെ ഫോൺ കാണിക്കാം. അപ്പൊ ഇവരുടെ ഫ്രണ്ടിലാണ് നമ്മൾ മൂന്നാൾ പോയ സമയത്ത് ഇവരെ ചന്തവടൻ അവിടെ നീ സംഭവം വെച്ചാൽ നമ്മൾ ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് ഞാൻ ഒന്നില്ലടാ.